പുതച്ച് മൂടി കിടന്നുറങ്ങാൻ പറ്റുന്ന ഈ സമയത്താണ് കേട്ടോ ഇത്താത്ത വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞത്. പിന്നെ ഞാനും ഉമ്മയും കൂടെ ഇപ്പാനെ കൺവിൻസ് ചെയ്ത് നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഉമ്മാക്ക് നോമ്പായതുകൊണ്ട് തന്നെ ജ്യൂസും സ്നാക്കുകളും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ സഹായം ഉണ്ടായിരുന്നു, കഴിക്കാൻ മാത്രമല്ല കേട്ടോ ഉണ്ടാക്കാനും. പിന്നെ നോമ്പൊക്കെ തുറക്കാൻ ടൈം ആയപ്പോൾ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് ഉമ്മ നോമ്പ് തുറന്നുകൊണ്ട് നിൽക്കുകയാണ്. നമുക്കാണെങ്കിൽ വേറെ കാര്യമായിട്ടൊരു പണിയൊന്നുമില്ല. കറക്റ്റ് ടൈമാണ് ഈ ക്ലോക്കിൽ, കറക്റ്റ് 4 മണി. വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഇത്താത്ത നല്ലൊരു അടിപൊളി ചിക്കൻ കേക്ക് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഈ ക്ലോക്കിൽ ഒരു സൈഡിൽ ഒരു സമയം, ഒരു സൈഡിൽ മറ്റൊരു സമയം, എന്താ അല്ലേ. പിന്നെ കറക്റ്റ് ടൈം ആയപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമുക്ക് നോമ്പെടുക്കാനുള്ളതുകൊണ്ട് അത്തായത്തിന് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാലും പഴവും കൈകളിലേന്തി, പാലും പഴമൊക്കെ കഴിച്ചിട്ട് ഇത് ഡീജെ ലൈറ്റ് ഇട്ടതല്ല, നായി ലൈറ്റാണ്, ഡോഗ് ലൈറ്റ്. അങ്ങനെ രാവിലെ ഒരു 10 മണി ആയപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. എന്താ ഇത്ര നേരത്തെ എന്നിട്ട് ഞാനും വിചാരിച്ചു. ഞങ്ങൾ പോകുന്ന പറഞ്ഞിട്ട് ബൈ